നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരിപ്രിയ ഹരിലാൽ, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ്, ദയ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു സിംറ്റത്തെ പറ്റിയാണ്. വേറെ ഒന്നല്ല, ചുമ. നമുക്ക് എല്ലാവർക്കും വരുന്നതും ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു സിംറ്റമാണ് ചുമ എന്നുള്ളത്. ചുമ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള റിഫ്ലെക്സ് മെക്കാനിസം ആണ്. അതായത് നമ്മുടെ തൊണ്ടയോ ശ്വാസകോശത്തെയോ എന്തെങ്കിലും വന്ന് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിനെ പുറന്തള്ളാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ സ്വീകരിക്കുന്ന ഒരു പ്രതിരോധ പ്രക്രിയയാണ്. അപ്പോൾ ചുമ നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് കൂടുതലും കാണാറ്. കൂടുതലും വൈറൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് ടോൺസിലൈറ്റിസ്, ഫാരിഞ്ചൈറ്റിസ്, സൈനസൈറ്റിസ്, ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ അതിൽ മേജർ കംപ്ലൈൻറ്റും ഈ ചുമ തന്നെയാണ്. പക്ഷെ അത് യൂഷ്വലി ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ മാറിപ്പോവുകയും ചെയ്യും. പക്ഷെ ചുമ എപ്പോഴും ഇൻഫെക്ഷൻസ് മാത്രം കൊണ്ടാവണമെന്നില്ല. വിട്ടുമാറാത്ത ചുമയുടെ വേറൊരു കാരണം അലർജിയാണ്. ഇപ്പൊ നമ്മൾ ഇടപഴകുന്ന സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ വീട്ടിലാണെങ്കിൽ, വീട്ടിൽ നമ്മൾ വളർത്തുന്ന പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മേലിൽ അല്ലെങ്കിൽ രോമത്തിൽ ഉണ്ടാവുന്ന ചില പ്രോട്ടീൻസിനോട് അലർജിക് ആയിട്ട് ഒരു ഡ്രൈ കഫ് പോലെ ചിലർക്ക് കാണാറുണ്ട്. ഇല്ല, നമ്മുടെ വീട് ഇപ്പോൾ കുറച്ച് പഴയ വീടൊക്കെ ആണെങ്കിൽ ഈർപ്പം നിറഞ്ഞ സ്ഥലത്ത് ഫംഗസ് വളർന്ന് ഫംഗസിന്റെ സ്പോർട്സ് നമ്മൾ ചുറ്റുപാടുണ്ടെങ്കിലും അതിനോട് അലർജിക് ആവാം. ചിലർക്ക് ചില ഫുഡ് അലർജീസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഫുഡ്സ് കഴിക്കുമ്പോൾ ത്രോട്ടിൽ ഇറിറ്റേഷൻ വരും, പിന്നെ ഒരു കുത്തിച്ചുമയായിട്ടൊക്കെ മാറി. അങ്ങനെ വിട്ടുമാറാത്ത ചുമയുടെ ഒരു റീസൺ ഇങ്ങനത്തെ അലർജീസ് ആണ്. പിന്നെ നമ്മൾക്ക് എക്സ്പോസ്ഡ് ആവുന്ന സ്മോക്ക്, അത് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, സ്മോക്ക് ചെയ്യുന്ന ആളുടെ കൂടെ താമസിക്കുന്നവർക്കും. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ അടുപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അടുപ്പിന്റെ പുക നിരന്തരമായി ശ്വസിച്ച് കിട്ടുന്നതും, ചിലർക്ക് ചില തൊഴിലുകൾ ചെയ്യുമ്പോൾ ചില പൊടിപടലങ്ങളായിട്ട് എക്സ്പോഷർ വരുന്നതും, ചില സ്പ്രേ പെയിന്റ്, കെമിക്കൽസ് അങ്ങനെയുള്ളവരോട് കോൺസ്റ്റന്റ് കോണ്ടാക്ട് വരുന്നത് തന്നെ നമ്മുടെ ശ്വാസകോശത്തിനെ ഇറിറ്റേറ്റ് ചെയ്ത് വിട്ടുമാറാത്ത ചുമയിലേക്ക് നയിക്കാം. പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യണ പെർഫ്യൂംസ്, ടാൽക്കം പൗഡർ ഇതിനോടും അലർജിക് ആവാം. ചില സീസണൽ ടൈമിൽ ചില പൂമ്പൊടികൾ നമ്മുടെ ഈ എയറിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതും ചിലർക്ക് അലർജി ഉണ്ടാക്കും. ഈ അലർജി എന്നുള്ളത് പിന്നീട് ശ്വാസം മുട്ടായി, കിതപ്പായി മാറി പിന്നീട് ആസ്മ, COPD, ILD പോലുള്ള അസുഖങ്ങൾക്കും വഴിതെളിക്കും. വേറെ ഒരു കാരണം വിട്ടുമാറാത്ത ചുമയുടെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അസിഡിറ്റി ആണ്. വയറിലെ ആസിഡിന്റെ പ്രൊഡക്ഷൻ ചിലർക്ക് കുറച്ച് അധികമായിരിക്കും. അത് കാരണം തികട്ടി വന്ന് റിഫ്ലെക്സ് ആയിട്ട് നമ്മുടെ തൊണ്ടേനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അതും ഒരു ഡ്രൈ കഫ് പോലെ ഇങ്ങനെ ക്രോണിക് ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക്, ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിനും ഈ ഒരു വിട്ടുമാറാത്ത ഒരു ചുമ കാണപ്പെടാറുണ്ട്. പിന്നെ ചില പ്രഷറിനും ഹാർട്ടിന്റെ പ്രശ്നങ്ങൾക്കും കഴിക്കുന്ന മെഡിസിൻസിന്റെ പാർശ്വഫലമായിട്ടും ചിലർക്ക് ഒരു ഡ്രൈ കഫ് കാണാറുണ്ട്. ഇനി ചുമയുടെ കൂടെ നമ്മുടെ ശരീരം വല്ലാണ്ട് ക്ഷയിക്കുകയോ ചുമച്ച് കഫം തുപ്പുമ്പോൾ അതിൽ ചോര എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ചിലപ്പോൾ മാരകമായിട്ടുള്ള അസുഖങ്ങളായ TB, ക്യാൻസർ മുതലായവയുടെ ലക്ഷണമായേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ മടിക്കാതെ വൈദ്യസഹായം തേടി അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇവാലുവേഷൻ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ 2 ആഴ്ച കൂടുതലുള്ള ചുമ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ വിദഗ്ധമായ വൈദ്യസഹായം തേടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അസുഖം കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് എടുത്താൽ പൂർണ്ണമായും മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു സിംറ്റമാണ് നമുക്ക് ചുമ. നമ്മൾ സാധാരണയായി അങ്ങനെ ചുമ ആയിട്ട് വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ബേസിക് ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചിന്റെ എക്സ്റേ എടുക്കുക, കഫം ടെസ്റ്റ് ചെയ്യുക, പിന്നെ ചില ബ്ലഡ് ടെസ്റ്റുകൾ, പിന്നെ ഡോക്ടറുടെ വിധിപ്രകാരമുള്ള PFT അഥവാ സ്പൈറോമെട്രി എന്നുള്ള ടെസ്റ്റുകളാണ്. അങ്ങനെ വിട്ടുമാറാത്ത ചുമയെ വിട്ടുകളയാതെ നമുക്ക് ശരിയായ ചികിത്സയെടുത്ത് ശരിയായ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അത് കണ്ടുപിടിച്ച് അത് പൂർണ്ണമായി മാറ്റിയെടുക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിർത്തും. താങ്ക് യു.